നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജേർണലിംഗ് ആണ്. പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡയറി നമ്മൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ അന്ന് രാത്രി നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്തില്ലേ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ് ഡയറി എന്ന് പറയുന്നത്. എന്നാൽ ജേർണലിംഗ് എന്നാൽ നമ്മളെ ഫീലിങ്സും നമ്മുടെ ചിന്തകളും നമ്മളിലുള്ള മാറ്റങ്ങളൊക്കെ എഴുതി വെക്കുന്നതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബുക്ക് വാങ്ങുക, ആ ഒരു ബുക്ക് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും ഒക്കെ പോകാനായിട്ട് എന്തൊക്കെ പ്ലാനിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്, അതൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കാനുള്ളതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലേ, അപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ജേർണലിംഗ് എഴുതുന്ന ബുക്കിൽ നമുക്ക് ഏത് സമയത്താണോ എഴുതാൻ തോന്നുന്നത് ആ സമയത്ത് നമ്മൾ എഴുതാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. അതൊരു 5 മിനിറ്റ് ആയാലും 5 മിനിറ്റ് മതിയില്ലേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട്. നമ്മളെ ആത്മാവിനോട് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അതൊക്കെ എഴുതി വെക്കാം. കാരണം നമുക്കവിടെ യാതൊരുവിധ മറകളൊന്നുമില്ല. നമുക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത്, നമ്മളിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ആ ഒരു ബുക്കിൽ എഴുതി വെക്കാം. എന്തൊക്കെയാണ് എൻ്റെ ചിന്തകൾ, എനിക്ക് വരുന്ന മാറ്റങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ അതിൽ എഴുതി വെക്കുന്നതിലൂടെ വലിയൊരു കോൺഫിഡൻസ് ലെവലാണ് നമുക്ക് വരുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിൽ ഉള്ളിലുള്ള ഇന്നർ പവറിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ജേർണലിങ്ങിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം എന്നിലുള്ള ഗുണങ്ങൾ, നിങ്ങളിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 3 എണ്ണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും സാധിക്കില്ല. കാരണം നമ്മളെ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. നമുക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിങ്ങിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഒരുപാട് സന്തോഷങ്ങളുണ്ട്. നമുക്ക് ഓരോ ഏജ് മറിക്കുന്ന സമയത്തല്ലേ നമുക്ക് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം അല്ലേ, പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റം, അതൊക്കെ നമുക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മളെ ഇന്നർ പവർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നാം എന്താണ്, എനിക്ക് അഭിമാനകരമായി എന്തൊക്കെയാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്, അതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് വരുന്ന മോട്ടിവേഷൻ അതൊക്കെ എഴുതി വെക്കുക, നമുക്ക് വരുന്ന അഡ്വൈസുകൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവർക്കും ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.